ഇത്ര നേരത്തെ കണ്ടിട്ട് ഞാനെന്താ ചെയ്യുന്നതെന്നല്ലേ, രാവിലെ തന്നെ ഒരു വർക്കിന് പോകാം. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് നമുക്ക് വർക്ക് കന്യാകുമാരിയില്ല. ഇത്രയും ദൂരം ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും മറന്നു പോകാൻ പാടില്ല. എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ പണി പാളും. ഒട്ടുമിക്കവരുടെയും ചിന്തയാണ് തമിഴ്നാട് വർക്ക് നമുക്ക് ഹൈ പേയ്മെൻ്റ് ആണെന്ന്. എന്നാൽ അവർക്കറിയത്തില്ല അവിടെ പോയ പണിയാണ് നമ്മൾ എടുക്കുന്നതെന്ന്. അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടുത്തെ ഒരു പാറ്റേൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിളിക്കുന്നതാണ്. രാവിലെ കാപ്പി പോലും കുടിക്കാതുള്ള യാത്ര. എന്നത്തെയും പോലെ ഇന്ന് ലൈറ്റ് ബോയ് കൊണ്ടുപോകാതാണ് എൻ്റെ യാത്ര. അവിടെ പോയിട്ട് സിറ്റുവേഷൻ നോക്കി ഷൂ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂ കയ്യിലെടുത്തുകൊണ്ടാണ് യാത്ര. ഗൈസ്, നമുക്ക് പോവാം. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്താണ് എനിക്ക് ഈ ലൊക്കേഷനിലെത്താൻ. അത്യാവശ്യം മഞ്ഞുമുണ്ട്. ഇത് നോക്കി ഗൈസ്, നല്ല മനോഹരമായ സൺറൈസ്. എൻ്റെ വണ്ടിയുടെ മുന്നേ പോകുന്ന ബൈക്കുകാരനെ കണ്ടു. പുള്ളി ഫോട്ടോഗ്രാഫറാണ്. ഇതേപോലെ ഒരുപാട് പേര് നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. ഫൈനലി അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീടെത്തി. പക്ഷേ ബ്രൈഡ് റെഡി ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്തു. 1 hour later. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെ എന്നെയും വിളിച്ച് വരുത്തി പോസ്റ്റാക്കി. 2 hours later. അങ്ങനെ ബ്രൈഡ് വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷേ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കൂടെ പയ്യനെ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്തിട്ട് ആരുമില്ലായിരുന്നു. പിന്നെ ഞാനിത് എങ്ങോട്ടാണ് നടക്കുന്നതല്ലേ, ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യം പെണ്ണിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് മധുരം കഴിച്ച് തൊട്ടടുത്തുള്ള ബന്ധുക്കളെ വീട്ടിൽ പോയി പഴവും പാലും ഞെണ്ണും. അത് കഴിഞ്ഞിട്ടാണ് പയ്യൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. റിസപ്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 11:30 കഴിഞ്ഞു. ഇവിടുത്തെ റിസപ്ഷൻ തുടങ്ങുന്നത് തന്നെ 7 മണിക്കാണ്. അത് കഴിഞ്ഞ് നേരെ വർക്ക് കൊണ്ടുപോയി. ഇതാണ് ഈ വർക്കിൽ ഏറ്റവും ടെൻഷൻ പിടിച്ച പരിപാടി. വർക്ക് മിസ്സാവാൻ പാടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. തമിഴ്നാട് വർക്കിന് വരുമ്പോൾ ഞാൻ ഈ ഷോപ്പിൽ കയറി എന്നൊരു ഹോർലിക്സ് അടിക്കും തിരിച്ചു പോകുമ്പോൾ. ഇതാണ് ഈ റോഡിൻ്റെ പ്രശ്നം. ഡ്രൈവ് ചെയ്യാനേ പാടാം. കാരണം ഒരുപാട് ലോറീസാണ് ഈ റോഡിൽ പോകുന്നത്. അങ്ങനെ 2:30 ആയപ്പോൾ ഞാൻ വീടെത്തി ഗൈസ്. പോകുന്ന വഴി സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.